പ്രണയലേഖനം തെക്കെ എങ്ങനെ എഴുതണം? ചെത്തുകാരിയല്ലോ ഞാനൊരു പുല്ല്, ചെത്തുകാരിയല്ലോ. മാഷേ, മറുപടി ആയിരിക്കും മാഷ് എഴുതുന്നത്. കുറച്ച് നോട്ട്സ് എഴുതാനുണ്ടായിരുന്നു. നോട്ട് ചെയ്യണം, നോട്ട് ചെയ്തിട്ട് തന്നെ എഴുതണം. കാലുതാര് തല്ലിയൊടിച്ചു. ആരും ഓടിച്ചതല്ല, ചാണകം ചവിട്ടി അതൊന്ന് കഴുകാൻ ഇറങ്ങിയതാ. കാലടിക്കാൻ വന്നേക്കും. ഈ ലേഖനം എല്ലാം കൂടെ ഒരു 19 കിലോ തൂക്കം വരുമല്ലോ. സൂക്ഷിക്കണം, ഇത് ചേലക്കരയാ, തൂക്കം കൂടിയ താങ്ങുകയല്ല. വരട്ടല്ലേ മൂസ, എന്റെ പള്ളിപ്പുറം തൊട്ടപ്പുറത്താ, അതിനങ്ങ് ആന്ധ്ര വരെ ഒന്നും പോണ്ട. നല്ല കാളയെ കിട്ടണമെങ്കിലേ ആന്ധ്രയെ തന്നെ പോണം. എന്റെ വീട്ടിലെ തൊഴുത്തിൽ 3-4 ഉണ്ട്. എന്താ നോക്കുന്നോ? ഉള്ളതാ? നല്ല തൂക്കമുള്ളതാ? നല്ല തൂക്കമുള്ളതാ, പക്ഷേ കുളമ്പു രോഗ. കുളമ്പു രോഗം പിടിച്ചു പോലും. സാരമില്ല, കാളയായാലും പശുവായാലും ഇനി വിട്ടേര്, സകല അസുഖം മാറ്റി ഞാൻ വിട്ടുതരാം. അസുഖം പിടിച്ചു പോലും. മൂസ, കാലിലേ പുരണ്ടിട്ടുള്ളൂ, ദേഹത്ത് ചാണകം പുരളാതെ നോക്കണം. എടി സോഫി, നിനക്ക് എന്താ പറ്റിയത്? ഒന്നുമില്ല. നീ എന്തിനാ എന്നെ വിളിക്കുന്നേ? അപ്പൻ എന്തൊക്കെ പറഞ്ഞു, എന്നിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ലേ? ഋഷിയെ മറക്കണമെന്ന് മാത്രം അമ്മ പറയരുത്. ഞാൻ അയാളെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി. എന്റെ കർത്താവേ, ഇതെന്തൊരു പരീക്ഷണമാണ്. അപ്പൻ ഒരിടത്ത്, മക്കൾ മറ്റൊരിടത്ത്. അപ്പന്റെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ? വെട്ടൊന്ന്, മുറി 2. അപ്പൻ വെട്ടോ മുറിക്ക് എന്ത് വേണം ചെയ്തോട്ടെ, എനിക്ക് ഋഷിയെ മാത്രം മതി. സോഫി, ദേ അപ്പൻ വന്നു, ഒന്നും മിണ്ടാതിരി. എന്നടാ ആ സംഭവത്തിന് ശേഷം നീ ഇതുവരെ അവളെ കണ്ടില്ലേ? ഇല്ല. എന്നാലും അവരെ ചേച്ചിയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞ ശരിയായില്ല. അവരെന്ത് വിചാരിച്ചു കാണും? വിഷ്ണു, ഞാനിപ്പോ കൂടുതലൊന്നും ചിന്തിച്ചില്ല. നമ്മൾ രണ്ടും ഒരുമിച്ച് ജീവിക്കാൻ വന്നവരാണ്. ഈ ഗ്രാമത്തെ സോഫിയെ കാണുമെന്നോ വീണ്ടും ഒരു പ്രണയവസന്തം പുഷ്പിക്കുമെന്നോ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചല്ല. ഇതാണ് വിധി. അവള് നിഷ്കളങ്കയാടാ. ഞാൻ നിസ്സഹായനാണ്. ഏതവസ്ഥയിലും ഒരു സ്ത്രീ പുരുഷനിൽ നിന്നും പ്രതീക്ഷിക്കുന്ന അഭയാണ്. അത് നീ കൊടുക്കണം. ശരിയാടാ വിഷ്ണു, അതിനുവേണ്ടി എന്ത് റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറാണ്. ചേട്ടാ, 1/2 കിലോ മത്തി. എനിക്കും വേണം 1/2 കിലോ. നിനക്കും വേണം 1/2 കിലോ. ഇത്തിരി തിരക്കാടി, മടങ്ങി വരുമ്പോ തരാം. അയ്യോ, ഇവർക്കിതെന്തു പറ്റി? പറ്റുന്നാ തോന്നണേ. ഇനി എന്ത് ചെയ്യും? സോഫിയ വരുന്നുണ്ട്. അവൾ കാര്യത്തിലാണെങ്കിൽ നീയും കാര്യത്തിൽ സംസാരിക്കണം. ഞാൻ കവലെ കാണാം. ഋഷി, ഞാൻ പൊയ്ക്കോട്ടെ. ഇത്ര ധൃതിയിൽ എങ്ങോട്ടാ? പേരുദോഷം വരാത്ത തയ്യൽശാലയിലേക്ക്. ഇന്നലെ രാത്രിയിൽ ഉറങ്ങിയില്ലല്ലേ? ആര് പറഞ്ഞു? സോഫിയക്ക് പേടിയുണ്ടോ പേരുദോഷം വന്ന ജീവിതം വഴിമുട്ടൂന്ന്? എന്നാലേ ഈ സൈക്കിളോട്ട് കയറ്. എങ്ങോട്ട്? നിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്. അയ്യോ ഋഷി, അത് ഈ നാട്ടിൽ പാട്ടാകും, എന്നാലേ പ്രേമത്തിന് ചൂടുണ്ടാകും. ദേ കേറിക്കേ. കേറ്. ദേ ഇല്ലെങ്കിൽ ഞാൻ എടുത്തെടുത്ത്. അയ്യോ വേണ്ട, ഞാൻ കേറിക്കോളാം. ചേട്ടാ, ഞങ്ങൾക്ക് 1/2 കിലോ മത്തിതാ. ഇപ്പൊ സമയമില്ല, മടങ്ങി വരുമ്പോ തരാം. അയ്യോ, മീൻ കൊണ്ടുവന്നില്ലെങ്കിൽ അമ്മച്ചി ചീത്ത പറയൂ എന്നെ. ഈയൊക്കെ വട്ടായനാ തോന്നുന്നു. അതെ. ഓ, ചേച്ചി മാഷിനെ ഈ ഇടയ്ക്കൊന്നും കണ്ടില്ലേ? ഇല്ല, 2 ദിവസമായി. മാഷ് നാട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞിരുന്നു. പറഞ്ഞ് നാക്കെടുത്തില്ല. 100 വയസ്സാണല്ലോ. അതെ, ഞാൻ നാളെ നാട്ടിൽ പോവാ. പെങ്ങളുടെ കാര്യം ഉറച്ചു. കല്യാണം കഴിഞ്ഞ് മടങ്ങും. അവർക്ക് പെട്ടെന്ന് വേണോന്ന്. നന്നായി, എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. ഇത് നാട്ടിലെ ഫോൺ നമ്പരാ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം. എന്നാ മാഷിന്റെ കല്യാണം? തീരുമാനിച്ചിട്ടില്ല. പെണ്ണ് ഇവിടെ ഉള്ളതാണോ അതോ നാട്ടിലുള്ളതോ? അത് ഞാൻ മാത്രമല്ലോ തീരുമാനിക്കേണ്ടത്. പിന്നെ ആരാ? മാഷേ, എന്ന് പോട്ടെ.
വെച്ച് രസിക്കണ്ട. എവിടെ നോക്കട്ടെ, ഫോൺ നമ്പർ എവിടെ? ആ, എനിക്ക് ആലീസിനെ വളരെയധികം ഇഷ്ടമാണ്. താടി ഇത് കണ്ടോ? കാണിക്കല്ലേ താടി ഇങ്ങത്താക്കി. കുടുംബത്തിലുള്ളവർക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ നടക്കുന്നു. അവരുടെ ഒരു പ്രേമം. വീട്ടിലോട്ട് പാടി. എടി എന്താ ഇന്ന് കണ്ടില്ലേ? ആരെ? ആ മീൻകാരനെ. ഇല്ല. ആ കണ്ടു. എടി ആളുകളെ കൊണ്ട് പറയിപ്പിക്കരുത്. കോളേജ് മേറ്റാന്നും പറഞ്ഞ് നടന്ന പേരുദോഷം വന്നാ പിന്നെ അത് മായൂല. ചേച്ചി ഉദ്ദേശിക്കും പോലൊന്നും ഞാൻ ഋഷി തമ്മിലില്ല. ആളുകൾക്കത് അറിയണ്ടല്ലോ. കാളവർക്കിയുടെ മക്കൾ കയറ് പൊട്ടിച്ച് നടക്കുന്നേ അവര് പറയും. ആളുകളുടെ വായ മൂടിക്കെട്ടി ജീവിക്കാൻ പറ്റുമോ ചേച്ചി? എന്നും പറഞ്ഞ് നടന്ന അപ്പൻ അങ്ങനെ മക്കൾ ഇങ്ങനെയെന്നാവും പറച്ചിൽ. ഗോപി മാഷോട് ചേച്ചിക്കുള്ളൊരു അടുപ്പമല്ലേ, അത്രേ ഉള്ളൂ എനിക്ക് ഋഷിയോടുള്ളതും. അത് ഞാൻ കാളവർക്കിയുടെ മക്കൾക്ക് പാരമ്പര്യമുള്ള തറവാട്ടിൽ നിന്ന് നസ്രാണി ചെക്കന്മാരെ കിട്ടൂല. പറഞ്ഞറിയിക്കാൻ തറവാടത്തുമില്ല, എടുത്തു കൊടുക്കാൻ സ്ത്രീധനവും. എന്ന് വെച്ച് ഇളകി അടക്ക എന്ന് ഞാൻ പറഞ്ഞില്ല. പഴയ കൂട്ടുകാരനോടുള്ള ഒരു ആത്മബന്ധം കണ്ടുമുട്ടിയപ്പോ പുതുക്കി പോയി. അത് തെറ്റാണെങ്കിൽ ചേച്ചി അങ്ങ് ക്ഷമിച്ചേക്ക്. സോഫി എടി ഋഷി അല്ലേ? അതെ. ഇക്കാര്യത്തിൽ ഋഷി ഞാൻ അഭിനന്ദിക്കുന്നു. ഏത് ജോലി ചെയ്തും ജീവിക്കാമെന്ന ഈ മനോഭാവത്തെ. പക്ഷേ ഈ സൈക്കിൾ ചുറ്റിപ്രേമം അത്ര നല്ലതല്ല. ഞങ്ങളുടേത് വെറൊരു വില്ലേജാ. എന്തിനാ വെറുതെ നാട്ടുകാരെ കൊണ്ട് കാളവർക്കിയുടെ മക്കൾക്ക് പേരുദോഷം ഉണ്ടാക്കുന്നേ? അങ്ങനെ യാതൊരു ഉദ്ദേശവും എനിക്കില്ല. വളരെ നേരത്തെയുള്ള അടുപ്പം വീണ്ടും കണ്ടുമുട്ടിയപ്പോ അത് പുതുക്കി ഒന്നിച്ച് ജീവിക്കണമെന്നുണ്ട്. അതിന് സമയമായോ? സമയമായാൽ ആലോചിക്കാം. അതുവരെ ക്ഷമിച്ചേ പറ്റൂ. ഞാൻ ശ്രമിക്കാം. ഒരു ഒഴിഞ്ഞുമാറ്റം ആവശ്യമാണെങ്കിൽ അതും ആവാം. പവിത്ര അങ്ങോട്ട് നോക്കണോ? സൈക്കിളിന്റെ പുറകിലൊരു പെട്ടിയായിട്ട് വന്നവനാ, ഇപ്പൊ മുമ്പിലും ആയി. പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതിയ മോളെ, നല്ല മാർക്ക് വാങ്ങിക്കണം. അമ്മേ, അമ്മേ, മോളെ, മോളെ. ആ, നീ ഇതെവിടെയായിരുന്നു? നിന്നെ ഇത്ര നേരം കാണാത്തോണ്ട് ഞാനങ്ങ് കുളിച്ചു കയറി. എന്തു പറ്റി നിനക്ക്? നിന്റെ മുഖത്തൊരു പ്രയാസം പോലെ. എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. ഞാൻ വളരെ ആലോചിച്ചു നോക്കി. ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത പോലെ. കാര്യം എന്താണെന്ന് പറഞ്ഞാലല്ലേ എനിക്കറിയൂ. അല്ലെങ്കിൽ വേണ്ട ചേച്ചി. ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. ഞാനൊരു കാര്യം പറഞ്ഞാ നീ കേക്കൂ. നീ വേറെ ആരോടും പറയണ്ട. മോളൊരു കാര്യം ചെയ്, പവിത്രനോട് തന്നെ പറ. അച്ഛനെന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞങ്ങൾ ജീവിച്ചിരിക്കില്ല. എന്ത് ചെയ്യാൻ മടിക്കാത്തവനാ. മോനെ, ഒറ്റ വെട്ടിന് നിന്നെ കൊല്ലാനാണ് ഞാൻ വന്നത്. പക്ഷെ എന്റെ മോളെ ഓർത്തപ്പോ എനിക്കത് കഴിയുന്നില്ലടാ.
നിനക്കുമില്ലേ രണ്ടുമൂന്നെണ്ണം? എന്നോട് ഈ ചെയ്തതിന് ദൈവം നിന്നോട് ചോദിക്കൂടാ. കൂടുതൽ എന്നോട് നീ ചെയ്തിടാ പട്ടി. എന്നോട് ദൈവം ചോദിക്കൂടാ നായ. നിന്റെ മോക്കട പുറകെ ഓരോരുത്തന്മാർ നടക്കില്ലേ, ഓരോരെ പൊഴപ്പിക്കൂടാ. നീ എന്തിനാ മോളെ കരയുന്നേ? എന്തിനാ മോളെ വേണ്ടാത്ത പണിക്കൊക്കെ പോകുന്നത്? അപ്പന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടെ? അതിന് ഞാൻ പഴിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇല്ലെന്നറിയാം. പക്ഷെ രണ്ടാളും അന്യജാതിക്കാരെ പ്രേമിക്കുന്നെന്നറിയുമ്പോ ഏതപ്പനും വിഷമം തോന്നില്ലേ? വിഷമം? മറ്റുള്ളവരുടെ വിഷമം ആർക്കും അറിയണ്ട. അപ്പന് മാത്രം സുഖിച്ച് ജീവിച്ചാൽ മതിയല്ലോ. ഓരോരുത്തർക്കും ഓരോ സ്വഭാവ. നിന്റെ അപ്പനെ സഹിച്ച് ഈ അമ്മച്ചി ഇതുവരെ ജീവിച്ചില്ലേ? നേര സഹിച്ച് സഹിച്ച് മടുത്തു. എവിടെയെങ്കിലും പോയി ചത്തോള ഞാൻ. മോളെ ദേ അപ്പൻ. ഇവിടെ എന്താ കരുതടി? ഞാൻ വിളിച്ച കേട്ടില്ലേ? എന്താ നിങ്ങൾക്ക് ലക്കില്ലേ? ലക്കില്ലാത്ത എനിക്കല്ല, അകത്തുള്ള പെമ്പിള്ളേർക്ക്. ഈ വർക്കി മാപ്പിള്ളയുടെ നസ്രാണി പെമ്പിള്ളേർക്ക് അന്യജാതിക്കാരെ തന്നെ വേണമെന്ന് സ്വന്തമായി മനസ്സമ്മതം നടത്തിയിരിക്കല്ലേ പശുക്കള്. കള്ള കുടിച്ചു വൃത്തിയോട് പറയാ മനുഷ്യ. നിനക്കാ കിട്ടണ്ട, നിനക്ക്. നീയെ വെച്ചോടെ കുഴപ്പിച്ചത്. തല്ലിക്കോ, തല്ലിക്കൊന്നു. ഇതിന് ഭേദം അതാ. കാളയ്ക്ക് ഇത് കൊടുത്തു വന്നിട്ട് ബാക്കി. പിന്നെ പിന്നടാ പിന്നെ നിനക്കും വന്നോടാ കുശുമ്പ്. നിനക്കും കുശുമ്പ് വന്നോടാ. കുശുമ്പ് വന്നോ? നിനക്കും വന്നോടാ. കള്ളെന്തായാലും സൊസൈറ്റി കൊടുക്കണ്ടേ? പിന്നെ കൊടുക്കും. അതിനെ കുറിച്ച് നമുക്ക് കൂലങ്കക്ഷമായിട്ട് ചിന്തിക്കണം. ജോസ് എത്തി. നമസ്കാരം. നമസ്കാരം. വർക്കിച്ചന്റെ വീട്ടിലേക്കായിരിക്കും അല്ലേ? അതെ. അപ്പൊ എന്റെ ഊഹ ശരിയായി. കുറച്ച് നാളായി വർക്കി മാപ്പിള കിടപ്പിലായി, പിന്നെ ചവിട്ടിക്കലൊന്നും നടക്കുന്നില്ല. ജോസ് വരുമെന്ന് പറഞ്ഞിരുന്നു. ജോസോ? ഏത് ജോസ്? അപ്പൊ നിങ്ങൾ ജോസ് അല്ലേ? അല്ല, ഞാൻ വാസു. എനിക്കിതിനൊന്നും ചവിട്ടിക്കണമല്ലോ. ആരെ? ഞാനാ? നിങ്ങളെ കൊണ്ടല്ല, വർക്കിയുടെ കാളയെ കൊണ്ട്. അതിന് നിങ്ങൾ മെനക്കെടണമെന്നില്ല. സ്വന്തം കാളയടിച്ച് വർക്കി മാപ്പിള കിടപ്പിലായിട്ട് ആഴ്ചകൾ കുറെ ആയി. ഞാൻ ഇനിയിപ്പോ എന്തോ ചെയ്യും? താനൊരു കാര്യം ചെയ്. ഇതിനെ കൊണ്ട് കണ്ണും പൂട്ടി നേരെ നടന്നു. ഈ റോഡിന്റെ അങ്ങേയറ്റത്ത് സർക്കാർ വക ഒരു മൃഗാശുപത്രി ഉണ്ട്. അവിടെ കൊണ്ടു ചെന്ന സൗജന്യമായിട്ട് ഒറ്റ ഇഞ്ചക്ഷൻ 9 പശു പേറും മാസം. ഇനിയിപ്പോ അതായിരിക്കും നല്ലതല്ലേ? പൊക്കോ. ഇങ്ങോട്ടാ പയ്യത്തള്ള നട്ടല്ലോടി. ഇതിനെ വല്ല ഇറച്ചി വലയ്ക്കാൻ മൂസാക്കാൻ കാണാൻ കൊടു. ഇതിനെ കുത്തിവെച്ചാലേ ചിലപ്പോ സിറും ചൊടിഞ്ഞു പോകും. കുട്ടപ്പേട്ടനോ? ഇപ്പൊ എങ്ങനുണ്ട്? ചരിഞ്ഞ് കിടക്കാം. പക്ഷെ എണീക്കാൻ പറ്റുന്നില്ല. അതായി അസുഖത്തിന്റെ ഒരു കുഴപ്പം. താനെന്താ ഡോക്ടറാണോ? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കുട്ടപ്പ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? മൂസയുടെ വീട്ടിൽ മിനിഞ്ഞാന്ന് ഞാൻ പോയിരുന്നു. ആളവിടെ ഇല്ല. ആന്ധ്രയിൽ തോല് കൊടുക്കാൻ പോയിരിക്കുക. പിന്നെ അനിയൻ കാസിമിനെ കണ്ടു. കാളെ നോക്കാൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒരു അത്തിക്കാരൻ ജോസ്. ഏത് സമയത്ത് ആളിങ്ങെത്തും. 2 ആഴ്ചയായി ചവിട്ടിക്കലില്ല. കാളെ നേരാൻ മണ്ണ നോക്കാൻ ആളുമില്ല. എനിക്ക് വയ്യാണ്ടായില്ലേ. ഇങ്ങനെ എത്രയാന്ന് വെച്ചാ കുട്ടപ്പേട്ട? പാലും തുന്നലും കൊണ്ട് മാത്രം എക്കാലത്ത് ജീവിക്കാൻ പറ്റൂ. അപ്പനും അപ്പാപ്പനും മരുന്ന് മേടിക്കാൻ തന്നെ രൂപ എത്ര വേണമെന്നാ? അതിനല്ലേ ഞാൻ ജോസിനെ തിരക്കി പോയത്. 2 ദിവസത്തിനകം ജോസിങ് എത്തും. കർത്താവിന്റെ കൃപയാൽ ഒത്താ പിന്നെ ഒന്നും നോക്കണ്ട.
അവൻ ഇണങ്ങാത്ത കാളകളില്ല. മോളെ ആ? കുട്ടപ്പൻ എന്തെങ്കിലും കുടിക്കാൻ ആ, കൊടു. വേണ്ട, ഞാൻ പവിത്രേട്ടൻ ഇപ്പൊ ഒരു ചായ കുടിച്ചതേ ഉള്ളൂ. എന്നാലും മോളൊരു ചായ എടുത്തോ. വർക്കിച്ചോ, ആ, വിഷമം മാറ്റാൻ ഒരു ഇത്തിരി. വേണ്ട കുട്ടപ്പ, തെറ്റുകൾ ഇനി ആവർത്തിക്കുന്നില്ല. കാലം പിഴച്ച എല്ലാവർക്കും വരും വിഷമം. ഒക്കെ ശരിയാവും. ആ ജോസിംഗ് വന്നോട്ടെ.